എല്ലാ മേഖലയും വിലവർദ്ധന, പണിക്കൂലി എല്ലാം കൂടുതലല്ലേ. നമുക്ക് ഞങ്ങൾ കർഷകരാണേ. വീട് ചോദിച്ചാൽ വന്നിട്ട് ചിലപ്പോൾ ഇനി കുറയുമെന്ന് അറിയത്തില്ല, പറഞ്ഞാൽ മതിയായിരുന്നു. യുദ്ധത്തിന്റെ സാഹചര്യത്തിൽ നമുക്കിവിടെ പെട്രോളിന്റെ വില കൂടേണ്ട സമയമായിട്ടില്ല. പെട്ടെന്നുള്ളൊരു കൂടിച്ചായതുകൊണ്ട് ഞങ്ങളൊക്കെ സ്ഥിരം അടിച്ച് വണ്ടി ഒത്തിരി ഓടുന്നവരായതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടുണ്ട്. കൂട്ടെന്ന് പറഞ്ഞാൽ അന്യായ കൂട്ടാകും. ഇനിയിപ്പോൾ ഈ പ്രസ്ഥാനം നിർത്തി എന്നത്തിന് പോകണം, അതിനെപ്പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുക. ഇത് നിയന്ത്രിക്കാൻ ഒരു ഗവൺമെൻറ് ശക്തമായിട്ടില്ല. ഇത് സാധാരണക്കാരനെയാണ് ഇത് ബാധിക്കുന്നത്, വലിയവരെ ഭരണകൂടത്തെ ഒന്നും ബാധിക്കുന്ന സംഭവമല്ല. നമസ്കാരം. സംസ്ഥാനത്ത് ഇന്ധനവില വർദ്ധിപ്പിച്ചിരിക്കുന്നു. പെട്രോളിന് 3 രൂപ 27 പൈസയും ഡീസലിന് 3 രൂപ 15 പൈസയുമാണ് ഇന്നു മുതൽ വർദ്ധിപ്പിച്ചിരിക്കുന്നത്. പശ്ചിമേഷ്യൻ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് വില വർധനവ് ഉണ്ടായിരിക്കുന്നത്. വില വർദ്ധിക്കുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ ഇന്നു മുതലാണ് പെട്രോൾ ഡീസൽ വിലയ്ക്ക് വർധനവുണ്ടായിരിക്കുന്നത്. ഇതേ തുടർന്ന് സമസ്ത മേഖലയിലും വിലക്കയറ്റം രൂക്ഷമാകുമെന്നാണ് ജനങ്ങൾ പറയുന്നത്. ഇന്ധന വില വർധനവുമായി ബന്ധപ്പെട്ട് ജനങ്ങൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. എല്ലാ മേഖലയും വിലവർദ്ധന, പണിക്കൂലി എല്ലാം കൂടുതലല്ലേ. നമുക്ക് ഞങ്ങൾ കർഷകരാണേ. ഞങ്ങൾ കാർഷിക ആയിട്ട് ജീവിക്കുന്നവരാണ്. വലിയ പണിക്കൂലി എല്ലാം അനുസരിച്ച് കൂടുന്ന ഇഷ്ടമാണ്. സാധനങ്ങൾക്കെല്ലാം വില കൂടും. വില വർധന അറിഞ്ഞില്ല, ഇങ്ങനെ ചെറിയത് കേട്ടുള്ളൂ. ഇപ്പം ഇന്നിപ്പോൾ 110 രൂപയ്ക്ക് അടിച്ചു. ഇപ്പോൾ 1 ലിറ്റർ 3 രൂപയാണ് പറഞ്ഞത് പെട്രോൾ. 3 രൂപ. ഇപ്പോൾ ഞാൻ 110 രൂപയ്ക്ക് അടിച്ചത്. ഇപ്പോൾ 1 ലിറ്റർ അടുത്ത് കിട്ടിയെന്ന് തോന്നുന്നു. ഇപ്പോൾ പുതിയ മന്ത്രിയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ വിലയുടെ വ്യത്യാസം വരുമായിരിക്കും അല്ലേ. യുദ്ധം നടക്കുന്ന സാഹചര്യം. ഇനിയിപ്പോൾ വീട് ചോദിച്ചാൽ വന്നിട്ട് ചിലപ്പോൾ ഇനി കുറയുമെന്ന് അറിയത്തില്ല, പറഞ്ഞാൽ മതിയായിരുന്നു. ടാക്സ് വല്ലതും കുറച്ച് കഴിയുമ്പോൾ ഇതിന് വ്യത്യാസം വരുമായിരിക്കും. ഇതിനു മുമ്പ് പ്രൈവറ്റ് സ്ഥാപനം നരയുടെ കൂടിയില്ലേ, 111 അന്നപ്പോൾ ആരുടെ റിവ്യൂവും കാര്യങ്ങളും ഒന്നും കണ്ടില്ലല്ലോ. ഇപ്പോൾ സർക്കാരിൻ്റെ കൂടി ഇപ്പം മാത്രമാണ് പ്രശ്നം. യുദ്ധത്തിന്റെ സാഹചര്യത്തിലാണ്. യുദ്ധത്തിന്റെ സാഹചര്യത്തിൽ നമുക്കിവിടെ പെട്രോളിന്റെ വില കൂടേണ്ട സമയമായിട്ടില്ല. ആയിട്ടില്ല. ഇല്ല. ഇപ്പോഴും കപ്പലൊക്കെ വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അത് വരണമെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ എന്തുവാണെന്നുണ്ടെങ്കിലും ഒരു 2-3 മാസം കൂടെ യുദ്ധം ഇങ്ങനെ തന്നെ പോവുകയാണെങ്കിൽ മാത്രമേ വരത്തുള്ളൂ, അല്ലാതെ വരത്തില്ല. അതല്ല പ്രധാന കാരണം. അതല്ല, വേറെ എന്തെങ്കിലും രാഷ്ട്രീയമായിട്ടുള്ള കാര്യമുണ്ടോ എന്ന് നമുക്കറിയത്തില്ല. അതിൻ്റെ മുന്നിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർ ഇല്ലെങ്കിൽ എന്തെങ്കിലും ലാഭത്തിന് പ്രതീക്ഷിച്ചായിരിക്കും ചെയ്യുന്നത്. മാത്രമല്ല സമസ്ത മേഖലകളിലും വില വർധന ഉണ്ടാവും. ഇനിയിപ്പം അതുണ്ടാവുമല്ലോ. അതിനനുസരിച്ച് നമ്മുടെ മണി സോഴ്സ് വർദ്ധിക്കുന്നില്ലെന്നുള്ളതല്ലോ ഉള്ളൂ, ശമ്പളം കൂടുന്നില്ലെന്നുള്ളതുള്ളൂ. അത് സാധാരണക്കാരന്, സർക്കാരുകാർക്ക് ആനുകൂല്യം ഉണ്ടല്ലോ, അതുകൊണ്ട് അവർക്ക് ആവശ്യമില്ല. കൂലിപ്പണിക്കാരന് നിവേദനം കൂടുന്നില്ലെന്നുള്ള ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ നിലവിൽ. പെട്ടെന്നുള്ളൊരു കൂടിച്ചായതുകൊണ്ട് ഞങ്ങളൊക്കെ സ്ഥിരം അടിച്ച് വണ്ടി ഒത്തിരി ഓടുന്നവരായതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടുണ്ട്. വിലവർദ്ധനയുടെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. ഇനിയും വില കൂടാൻ സാധ്യത ഉണ്ടാവും. ഇനിയും കൂടാൻ സാധ്യത ഉണ്ടെന്നാണ് അറിയുന്നത്. ജനങ്ങൾക്കെല്ലാം ബുദ്ധിമുട്ടാകും. ഒത്തിരി കിലോമീറ്ററൊക്കെ ബൈക്ക് വണ്ടി യാത്ര ചെയ്യുന്നവരാണ്. എന്നാലിപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ സാമ്പത്തികമായിട്ടുള്ള ജനങ്ങളുണ്ടാവും. അവരുടെ ബുദ്ധിമുട്ടാണ്. വിലവർദ്ധനവിന്റെ കാര്യം അറിഞ്ഞിരുന്നോ? അറിഞ്ഞായിരുന്നു. നമ്മളെന്നാ ചെയ്യാൻ പറ്റും? പ്രതീക്ഷിച്ചെന്ന് കഴിഞ്ഞാൽ യുദ്ധമായതുകൊണ്ട് പ്രതീക്ഷിച്ച ഒരു ചാൻസ് ഉണ്ടായിരുന്നു. പിന്നെ അതിനെപ്പറ്റി നമുക്ക് പ്രത്യേകിച്ച് ഒന്നും അറിയാൻ പറ്റും. ഞങ്ങൾ ഡെയിലി 2500 രൂപയ്ക്ക് അടിക്കുന്നതാണ്. അതിൽ കൂടുതൽ അടിക്കേണ്ടി വരും. ഇനി അതിൽ കൂടുതൽ അടിക്കേണ്ടി വരും. 3000 രൂപയ്ക്കെങ്കിലും അടിക്കണേ. എത്ര കിലോമീറ്റർ ഓടുന്നു? ഞങ്ങൾ ഡെയിലി ഒരു 100 മേലെ ഓടും. അത് എന്ത് ചെയ്യാൻ പറ്റും, മുതലാളിമാർക്കാണ് അതിൻ്റെ ബുദ്ധിമുട്ട്. നമ്മുടെ ഇപ്പോഴത്തെ പെട്ടെന്നുള്ള വില വർധന നമ്മുടെ ഇതിനെ കാർഷിക മേഖലയും നമ്മുടെ പൊതു മേഖലയൊക്കെ കാര്യമായിട്ട് ബാധിക്കുമെന്ന് പറഞ്ഞാൽ മൊത്തം സാധനങ്ങൾക്കെല്ലാം സാധനങ്ങൾക്കും മറ്റു ഭക്ഷ്യസാധനങ്ങൾക്കെല്ലാം വില വർദ്ധിക്കും. ഇപ്പോൾ തന്നെ വളരെ ഒരു ശോകമായ പരിപാടി ഇതിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ നിലപാടെന്ന് പറഞ്ഞാൽ വളരെ സാമ്പത്തികപരമായിട്ട് വളരെ ഇതായിട്ട് നിൽക്കുന്ന ഇതായതുകൊണ്ട് ഇതിനൊക്കെ ഒരു കരകയറ്റം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചിരുന്നപ്പോഴാണ് ഇങ്ങനൊരു ഡീസലിൻ്റെ വില വർധന കൂടെ വന്നിരിക്കുന്നത്. കാർഷിക ആവശ്യങ്ങൾക്കൊക്കെ ഒരുപാട് പെട്രോൾ, കാർഷിക ആവശ്യങ്ങൾക്കും കൺസ്ട്രക്ഷൻ മേഖല എല്ലാം ഈ ഡീസലില്ലാതെ
ഇത് നടക്കുകയല്ലോ. പൊതുവെ ഡീസലിനെ ആശ്രയിച്ചായതുകൊണ്ട് സാമ്പത്തികമായിട്ട് മൊത്തം ബാധിക്കും. പകുതി പേരും അറിഞ്ഞിട്ടില്ലെന്നാണ് തോന്നുന്നത്. കാരണം എല്ലാവരും പറയുന്നത് ഞാൻ ഇന്ന് ഇത്ര രൂപ അടിക്കുമ്പോൾ ഇത്രയുണ്ട്, ഇതിപ്പോൾ ഇത്ര ഇല്ല എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു വില കൂടി പെട്ടെന്നായി രാവിലെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എല്ലാവരും. അങ്ങനെ എല്ലാവരും ഒരുപോലെ അറിഞ്ഞു വരുന്നേ ഉള്ളൂ. ആൾക്കാരൊക്കെ വരുന്നുണ്ടോ? അത് കഴിഞ്ഞ് ചിലവരൊക്കെ പോയിട്ടൊക്കെ വരുന്നൊക്കെ ഉണ്ട്. എന്നാ അവർക്കൊരു ഭയങ്കര എന്താ പോലെ ഒരു ആശ്ചര്യം, സംശയം അങ്ങനെയൊക്കെ വരുന്നുണ്ട്. ഇത് ഭയങ്കര ഇതായിപ്പോയി പെട്ടെന്നുള്ള ഇതായതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാத்தைയും മൊത്തത്തിൽ ബുദ്ധിമുട്ടാണ് കേട്ടോ. പൊതുവേ ഓട്ടം കുറവാണ്. സാമ്പത്തികമായിട്ട് പരാജയവും ഇങ്ങനെ വന്ന് ജീവിക്കാൻ മേലാത്ത ഒരു സ്റ്റേജായി. ഞങ്ങളെപ്പോലുള്ളവർക്ക് ഇതൊരു ഭയങ്കര വിഷമത്തിലുള്ള ഒരു കാര്യം. ഒരു കൂട്ടമെന്ന് പറഞ്ഞാൽ അന്യായ കൂട്ടവും. ഇനിയിപ്പോൾ ഈ പ്രസ്ഥാനം നിർത്തി എന്നത്തിന് പോകണം, അതിനെപ്പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുക. 2 പിള്ളേരുണ്ട്, അതുങ്ങളെ പഠിപ്പിക്കണം, വേറെ മാർഗമൊന്നുമില്ല. 10-50 വർഷമായിട്ട് ഇതുകൊണ്ട് നടക്കുന്ന. ഇനിയിപ്പോൾ ഇത് മാറ്റി വീട്ടിലിരുന്നാൽ അറിയാനാണ്. ഓട്ടോ ചാർജ് ഉടനെ വർദ്ധിപ്പിക്കാൻ ഇപ്പം നാട്ടുകാരോട് ഞങ്ങൾക്ക് കൂടുതൽ മേടിക്കാൻ പറ്റുമോ? അവരുമായിട്ട് പിന്നെ കിടന്ന് ഞങ്ങൾ കൂട്ടി ഉണ്ടാക്കണ്ടേ? ഈ സർക്കാർ എന്തെങ്കിലും ചെയ്തെങ്കിൽ അവർ ചെയ്യുമെന്നോ ചെയ്യുമെന്നോ ഒന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. നാട്ടുകാരുമായിട്ട് കിടന്ന് വെറുതെ വഴക്കുണ്ടാക്കേണ്ട കാര്യമുണ്ട്. ഇപ്പം 30 രൂപ, ആ 30 രൂപ തന്നെ ചോദിക്കുമ്പോൾ അത്രയും ഉണ്ടോയെന്നാണ് ചോദിക്കുന്നത്. എന്നാൽ ഒരു 10 രൂപ കൂടുതൽ ചോദിച്ചാലും അത് ശരി, നിങ്ങൾക്ക് എന്നാ ഇങ്ങനെയുള്ളൊരു സാധാരണക്കാർക്ക് ജീവിക്കാൻ പറ്റത്തില്ലാത്ത ഒരു സാഹചര്യത്തിലേക്കാണ് വരുന്നത്. അതെ അതെ, സാധാരണക്കാരന് ഒരു തരത്തിലും പറ്റിയല്ല. ഒരു കൂലിപ്പണിക്കാരന് പോലും ഇപ്പം പാടാം. ആ ഒരു സ്റ്റേജിലേക്ക് ആയി. നിലവിലുള്ള ഒരു കുടുംബ ബജറ്റൊക്കെ താളം തെറ്റും. ഇനിയിപ്പോൾ ആത്മഹത്യയിലേക്കോ അല്ലെ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കോ എല്ലാം കൂടും. ഞാൻ വെച്ചാൽ പിള്ളേരെ വളർത്തണ്ടേ? മോഷിക്കാൻ പറ്റുമോ? പിടിച്ചു പറിക്കാൻ പറ്റുമോ? ശരി, ഞങ്ങൾ രാവിലെ വരുന്നു, ഇത് മുഴുവൻ കൊണ്ട് പമ്പിൽ കൊടുക്കുന്നു. വൈകിട്ട് ഞങ്ങൾ ഈ വണ്ടിയും കൊണ്ട് വീട്ടിൽ പോകുന്നു. 1 കിലോ അരി മേടിച്ചുകൊണ്ട് പോകാൻ പോലും ഒന്നാമതേ ഓട്ടമില്ല. 1000 രൂപ ഓടിയാൽ ഈ ഡീസലിൻ്റെയും കഴിഞ്ഞ് ഞങ്ങളൊരു കടുങ്കാപ്പിനിടയിൽ ഈ ഹോട്ടലിലൊക്കെ ഭക്ഷണം കയറി കഴിക്കാറുണ്ടോ? അങ്ങനെ ഇല്ല. അതുകൂടെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതുകൊണ്ട് വൈകിട്ട് ചിലപ്പം വേണം ഒരു 100 ഗ്രാം 10 മുളകോ ഉള്ളിയോ എന്തെങ്കിലും മേടിച്ചിട്ട് പോകാം. അരി മേടിക്കാൻ ഇനി വേറെ വഴി നോക്കണം. മരുന്നുകളൊക്കെ മേടിക്കുന്നു. മെഡിസിൻ്റെ കാര്യമൊക്കെ, മെഡിസിൻ്റെ വില അറിയാമല്ലോ. ഒരു പാരസെറ്റാമോൾ എന്നാ ചെയ്യും? ഇവരിങ്ങനെ തുടങ്ങിയാൽ എന്നാ ചെയ്യും? മനുഷ്യനെ ഇങ്ങനെ ഉപദ്രവിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ചിന്തിക്കേണ്ട കാര്യമാണ്. അവർ തന്നെ ഉണർന്ന് എന്തെങ്കിലും തീരുമാനം എടുക്കുക. പെട്രോളിന് വില കൂടുന്ന അപ്പം യാത്രയ്ക്ക് മറ്റേ ചിലവ് കൂടിപ്പോയി. നമ്മുടെ വരുമാനത്തേക്കാൾ കൂടുതൽ ഇതിനകത്ത് എക്സ്പെൻസ് കൂടി വരിക പെട്രോൾ ചിലവിൽ. ഇനി കൂടാൻ സാധ്യതയുണ്ടോ? കൂടുമായിരിക്കും. യുദ്ധം നടക്കുന്നുണ്ട്, കൂടാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ പാവങ്ങൾ ഇനി ജീവിക്കേണ്ട എന്നുള്ള ധാരണയാണ് ചെയ്യാനാ. എന്താണ് ഇങ്ങനെ ഇത്രയും രൂപ? അതെ, 3 രൂപ വെച്ച് കൂടുക എന്ന് പറഞ്ഞാൽ 1 ലിറ്ററല്ല 3 രൂപ വെച്ച് എല്ലാത്തിനും കൂടിയില്ലേ. സാധാരണ ആൾക്കാർ ജീവിക്കാൻ വരാത്ത അവസ്ഥയായിരിക്കുക. ഇനി കൂടാനുള്ള സാധ്യത ഉണ്ടാവും. അഞ്ഞും കൂടുന്നാ ഇങ്ങനെ പറയുന്നത് കേൾക്കുന്നവര്. 5 രൂപ വരെയാണ്ടോ കൂടുന്നാ പറയുന്നത് കേൾക്കുന്നത്. കൂലി അതിനനുസരിച്ച് വർദ്ധിക്കുന്നില്ല. വർദ്ധിക്കുന്നുമില്ല. നമ്മുടെ പഴയ കൂലിക്ക് കുറവുകയും വേണം. അതാണ് പാട്. പുതിയ സർക്കാർ ഇടപെടേണ്ടി വരും. അത് പുതിയ സർക്കാർ ഇനി ഇതെല്ലാം ഇടപെട്ട് വരുമ്പോൾ എന്ന് വരാനിത് വിലക്കയറ്റം നിയന്ത്രിക്കാനുള്ള പരിപാടി വല്ലതും നോക്കണം. ഇത് സാധാരണക്കാരൻ്റെ നട്ടെല്ല് ഒടിക്കുക, വൻകിടക്കാരനെയും പണക്കാരനെയും സംരക്ഷിക്കുക എന്നുള്ള മാത്രം ഏത് ഗവൺമെൻറ് വന്നു കഴിഞ്ഞും ചെയ്യുന്നു. ഇത് സാധാരണക്കാരനായ ഓട്ടോറിക്ഷക്കാരനെ എന്ത് പാടുപെട്ടുകൊണ്ടാണ് ഇവിടെ ജീവിക്കുന്നത്? ഈ വഴിയെ കൂടെ ഇതിൻ്റെ പാഴ്സിനും മറ്റുള്ള സാധനത്തിനും വില കൂടിയ പോലെ തന്നെ ബാക്കിയുള്ള ഈ സംവിധാനം ഡീസൽ, പെട്രോൾ എന്തിനും വില കൂടിക്കൊണ്ടിരിക്കുന്നത്. ഇത് നിയന്ത്രിക്കാൻ ഒരു ഗവൺമെൻറ് ശക്തമായിട്ടില്ല. ഇത് സാധാരണക്കാരനെയാണ് ഇത് ബാധിക്കുന്നത്. വലിയവരെ ഭരണകൂടത്തെ ഒന്നും ബാധിക്കുന്ന സംഭവമല്ല. ഇന്ധനവില വർധനവ് അറിയാതെയാണ് പലരും രാവിലെ പെട്രോൾ പമ്പിലേക്ക് എത്തുന്നത്. എന്നാൽ ഇത് ഈ വിവരം അറിഞ്ഞ ആളുകളുമുണ്ട്. ഏതായാലും ഈ ഇന്ധനവില വർധനവിനോട് സമ്മിശ്രമായ പ്രതികരണമാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. പശ്ചിമേഷ്യൻ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് വിലക്കയറ്റമെന്ന് പറയുന്നു. എന്നാൽ വിലക്കയറ്റത്തിൻ്റെ ആവശ്യമില്ല എന്ന് പറയുന്നു. ഏതായാലും സമസ്ത മേഖലയിലും ഈ വിലക്കയറ്റം രൂക്ഷമായി തന്നെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. സാധാരണക്കാരുടെ ജീവിതത്തിൽ തന്നെ അത് പ്രതിസന്ധി ബാധിക്കും. കുടുംബ ബജറ്റുകൾ തന്നെ താളം തെറ്റുമെന്ന് അഭിപ്രായപ്പെടുന്നവരുണ്ട്. പുതിയ സർക്കാർ അടിയന്തരമായി ഈ വിഷയത്തിൽ ഇടപെടണം, ഒരു പരിഹാരം ഉണ്ടാക്കണമെന്നൊരു ആവശ്യവും ഉയരുന്നുണ്ട്. ക്യാമറമാൻ ജിതിനൊപ്പം CR ശ്യാം, മറുനാടൻ മലയാളി, കോട്ടയം.